ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടത്തോരനാണ് കേട്ടോ. മുട്ടത്തോരൻ അഥവാ മുട്ട ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ മുട്ട ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മാറ്റം വരുത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയിട്ടാണ് ഇന്ന് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള മെമ്പേഴ്സിന് കണക്കായിട്ട് കൂട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള എടുത്തിട്ടുണ്ട്, ഇടത്തര സവാള. പിന്നെ എടുത്തത് 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ തോരൻ്റെ ഇഷ്ടം കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനം എടുത്തിന്. ഇതിൽ കുറവാണെങ്കിൽ എടുക്കാം, ഇതിൽ കൂട്ടിയിട്ടാണെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം പോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങാനായി ഞാൻ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഞാൻ മുട്ട കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും മുട്ട പുഴുങ്ങാനിടുന്ന സമയത്ത് ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ മുട്ട ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുട്ട നന്നായി ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിന് കുറച്ച് സമയം ഒന്ന് പച്ചവെള്ളത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾക്ക് മുട്ടത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഇതിനാവശ്യമില്ല, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് സവാളയാണല്ലോ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ സവാള നമുക്ക് ഇതിൽ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തക്കാളി നമ്മൾക്ക് ഏറ്റവും ആദ്യം ഒന്ന് നന്നായി വേവിച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് ഒന്ന് വഴണ്ട് ഉടഞ്ഞു കിട്ടും. ഇതാ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഈ ഒരു രീതിക്കാണ് സവാള മുറിച്ച് കൊടുത്തത്. ഒരുപാട് പൊടിയാക്കി അരിഞ്ഞിട്ടില്ല. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ഈ വെന്ത തക്കാളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വഴറ്റി ഇങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ തക്കാളി നന്നായി വെന്ത് വന്നതിന് ശേഷം ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഇതാ ചെറുതായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എരിവോട് കൂടി ഈ ഉപ്പേരി കിട്ടണമെന്നുള്ളവർക്ക് ഏറ്റവും ആദ്യം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എരിവ് അധികം വേണ്ടാത്തവർക്ക് ഏറ്റവും ലാസ്റ്റ് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് നന്നായി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ആ മഞ്ഞയോട് കൂടി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞയോട് കൂടി തന്നെ ഇത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കരുത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി അതുപോലെ തന്നെ ഒരു നുള്ള് ചുവന്നമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ലേശം അതായത് ഈ മഞ്ഞൾപ്പൊടിയും ചുവന്നമുളക് പൊടിയും ചേർത്ത പോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം.
അപ്പം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തക്കാളി ഇടുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ആ പൊടികളും എല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരുപാട് ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ തീ കുറച്ച് വെക്കണം. അപ്പോൾ ഇത് നമ്മൾക്ക് 1 മിനിറ്റ് നേരം ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് അതിന് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതങ്ങനെ ഞങ്ങളുടെ മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.